ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് DLED സെമസ്റ്റർ 1 ഫിലോസഫിയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ദാർശനികവും സാമൂഹികവും ചരിത്രപരവുമായ അടിത്തറ എന്നൊരു ഭാഗമാണ് കേട്ടോ. അപ്പം ഈ ഒരു ഭാഗം പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ DLEDനും അതേപോലെ തന്നെ DLED എന്ന് പറഞ്ഞാൽ TTC DED എന്ന അതിൻ്റെ DLEDും അതേപോലെ തന്നെ പ്രീ പ്രൈമറിക്കും പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും വികാസവും എന്ന യൂണിറ്റാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും വികാസം, ഇത് പ്രീ പ്രൈമറിക്കും DLEDനും LPUP ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് എല്ലാത്തിനും പൊതുവേ കോമൺ ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. അപ്പോൾ വിദ്യാഭ്യാസം എന്നാൽ എന്ത്? നമ്മളത് കുറച്ച് പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. വ്യക്തിത്വ വികാസ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്താണ്? വ്യക്തിത്വ വികാസ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഒരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവം നല്ല രീതിയിലാക്കുന്ന, ഒരു എന്താ പറയുക, നമ്മുടെ നാടിനെ യോജിക്കുന്ന രീതിയിലാക്കുന്ന, സമൂഹത്തിന് യോജിക്കുന്ന രീതിയിലാക്കുന്ന ഒരു എന്താ പറയുക, ആ വ്യക്തിത്വ വികാസങ്ങൾക്കെല്ലാം എല്ലാ തരത്തിലുള്ള വികാസവും നേടിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിത്വ വികാസ പ്രക്രിയയാണ്. ഒരു വ്യക്തിയുടെ വികാസം, ഒരു വ്യക്തിത്വം, ആ ഒരു വ്യക്തി എന്താ പറയുക, നാടിനെ യോജിക്കുന്ന രീതിയിലാക്കി, നാടിന് പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിലാക്കി, ആ വ്യക്തിക്ക് പുരോഗതി ഉണ്ടാക്കുന്ന രീതിയിലാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് വ്യക്തിത്വ വികാസ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. ഓക്കെ, പാരമ്പര്യത്തെ നിർണ്ണയിക്കുന്ന ഭാഷ, മതം, സംസ്കാരം, ആചാരങ്ങൾ, ജീവിത രീതികൾ. പാരമ്പര്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭാഷ, മതം, സംസ്കാരം, ആചാരങ്ങൾ, ജീവിത രീതികൾ. ഇത്തരം ഘടകങ്ങളെ ഓരോ വ്യക്തിയും വിമർശനാത്മകമായി വിലയിരുത്തി സ്വാംശീകരിക്കുകയും വ്യക്തിത്വ വികാസം നേടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. മറ്റൊരു പോയിന്റ് നോക്കാം. എന്താണ് പാരമ്പര്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ? അത് എന്താണെന്ന് വെച്ചാൽ ഭാഷ, മതം, സംസ്കാരം, ആചാരങ്ങൾ, ജീവിത രീതികൾ. ഭാഷ, മതം, സംസ്കാരം, ആചാരങ്ങൾ, ജീവിത രീതികൾ. ഓർത്തിരുന്നോണം, എപ്പോഴും ഓർമ്മ വെച്ചേക്കുക. ഭാഷയുണ്ട്, മതമുണ്ട്, സംസ്കാരമുണ്ട്, ആചാരങ്ങളുണ്ട്, ജീവിത രീതികളുണ്ട്. അതാണ് പാരമ്പര്യത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഇത്തരം ഘടകങ്ങളെ ഓരോ വ്യക്തിയും വിമർശനാത്മകമായി വിലയിരുത്തി സാംശീകരിക്കുകയും വ്യക്തിത്വ വികാസം നേടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ട് വിദ്യാഭ്യാസത്തിനെ കാണാം. എന്താ പറയുക, ഈ ഘടകങ്ങളെ ഓരോ വ്യക്തിയും വിമർശനാത്മകമായി വിലയിരുത്തി, ഇതിൻ്റെ ഓരോ ഘടകങ്ങളെയും വിമർശനാത്മകമായി വിലയിരുത്തി സ്വാംശീകരിക്കുകയും വ്യക്തിത്വ വികാസം നേടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നു. സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ഉപജീവന മാർഗങ്ങൾ നേടുന്നതിന് പരിശീലിപ്പിച്ചെടുക്കലായിരുന്നു വിദ്യാഭ്യാസം. സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ഉപജീവന മാർഗങ്ങൾ നേടുന്നതിന് പരിശീലിപ്പിച്ചെടുക്കലായിരുന്നു വിദ്യാഭ്യാസം. സാമൂഹിക ജീവിതത്തിൻ്റെ തുടക്കകാലങ്ങളിൽ നമ്മുടെ ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ, തൊഴിലിന് ഉപജീവന മാർഗങ്ങൾ നേടുന്നതിന് വേണ്ടി പരിശീലിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു വിദ്യാഭ്യാസം. പരിശീലിപ്പിച്ചെടുക്കലായിരുന്നു വിദ്യാഭ്യാസം. എന്നോട് പറയാം, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ ഉപജീവന മാർഗങ്ങൾ നേടുന്നതിന് വേണ്ടി പരിശീലിപ്പിച്ചെടുക്കലായിരുന്നു വിദ്യാഭ്യാസം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. വ്യാവസായിക യുഗത്തിൽ തൊഴിലെടുക്കുന്നതിന് ധാരാളം ആളുകൾ ആവശ്യമായി വന്നപ്പോൾ സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയം നിലവിൽ വന്നു. വ്യാവസായിക യുഗത്തിൽ തൊഴിലെടുക്കുന്നതിന് ധാരാളം ആളുകൾ ആവശ്യമായി വന്നപ്പോൾ സാർവത്രിക വിദ്യാഭ്യാസം എന്ന ആശയം നിലവിൽ വന്നു. അപ്പം വ്യാവസായിക യുഗത്തിലെ തൊഴിലെടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ ആവശ്യമായിട്ട് വന്നപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ഒരു ആശയം നിലവിൽ വന്നു. സാർവത്രിക വിദ്യാഭ്യാസം എന്ന ഒരാശയം നിലവിൽ വരികയും ചെയ്തു. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെ ചില പോയിന്റുകളാണ് ഈ കൊടുത്തേക്കുന്നത്. സമൂഹത്തിൻ്റെ ഇച്ഛയാണ് വിദ്യാഭ്യാസത്തിന് രൂപം നൽകുന്നത്. ആ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിനുള്ള ശക്തി വിദ്യാഭ്യാസത്തിനുണ്ട്. സമൂഹത്തിൻ്റെ ഇച്ഛയാണ് വിദ്യാഭ്യാസത്തിന് രൂപം നൽകുന്നത്. ആ സമൂഹത്തെ പരിവർത്തിപ്പിക്കുന്നതിനുള്ള ശക്തി ഈ വിദ്യാഭ്യാസത്തിന് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കുറച്ച് പോയിന്റ്സ്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട, ഒന്ന് വായിച്ചിട്ട് ഇത് ചില പോയിന്റ്സ് ഒക്കെ മനസ്സിൽ ഇങ്ങനെ വെക്കുക. അപ്പം വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിച്ചാൽ ഒരു പാരഗ്രാഫ് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, DLED സെമസ്റ്റർ എക്സാമിന് വരുമ്പോഴാണെങ്കിലും പിന്നീട് കേട്ടിട്ട് വരുവാണെങ്കിൽ ഇതിലെ ഓരോ പോയിന്റുകളും ഓർത്തോർത്ത് വെക്കുക. അതേപോലെ തന്നെ LPUPക്കും പ്രയോജനപ്പെടും, പിന്നെ പ്രീ പ്രൈമറിക്കും പ്രയോജനപ്പെടും. ഓക്കെ, അപ്പം നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയും വികാസവും. അതിനകത്ത് വിദ്യാഭ്യാസം എന്താണ് എന്നതിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിയത്.
അപ്പോൾ അടുത്ത ഭാഗം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം എന്ന ഒരു സ്ഥാപനം. വിദ്യാഭ്യാസം എന്ന സ്ഥാപനം അത് നമുക്ക് അതെന്താണെന്ന് നോക്കിയാലോ. സമൂഹശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം ഒരു സ്ഥാപനമാണ്. സമൂഹശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം എന്നതൊരു സ്ഥാപനമാണ്. സ്ഥാപനം എന്നാൽ ഒരു കെട്ടിടമല്ല, സമൂഹ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഔപചാരിക സംവിധാനങ്ങളാണ് അവ. എന്താ സമൂഹശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസം എന്നാൽ ഒരു സ്ഥാപനമാണ്. സാധാരണ സ്ഥാപനങ്ങൾ എന്നാൽ എന്താ, ഒരു കെട്ടിടം, അതിനകത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന ഒരു കെട്ടിടം എന്നുള്ള രീതിയാണ് സ്ഥാപനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത്. പക്ഷേ ആ സ്ഥാപനമാണെന്ന് പറയുന്നതേ ഉള്ളൂ. വിദ്യാഭ്യാസം എന്നൊരു സ്ഥാപനമാണ്. എന്നാൽ കെട്ടിടം വെച്ചുള്ള ആ ഒരു സ്ഥാപനമല്ല. സമൂഹത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഔപചാരിക സംവിധാനങ്ങളാണ് അവ. എന്താണ്? സമൂഹ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഔപചാരിക സംവിധാനങ്ങളാണ് വിദ്യാഭ്യാസം. സമൂഹശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസത്തെ ഒരു സ്ഥാപനമായിട്ടാണ് കാണുന്നത്. ഈ സ്ഥാപനം എന്നാൽ ഒരു കെട്ടിടമല്ല. ഈ സമൂഹ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലക്ഷ്യങ്ങളെല്ലാം കൂടി നിറവേറ്റുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഔപചാരിക സംവിധാനങ്ങളെയാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗം നോക്കാം. വിദ്യാലയം ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എങ്ങനെ നോക്കാം. ഔപചാരിക വിദ്യാഭ്യാസം വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ നാട്ടിലുള്ള വിദ്യാലയങ്ങൾ കെട്ടിപ്പടുത്തത് പ്രാദേശിക സമൂഹമായിരിക്കും. പ്രദേശത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടാതെ എല്ലാ വിഭാഗവും വിദ്യാഭ്യാസം നേടിയതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ പുരോഗതിക്കുള്ള പ്രധാന കാരണം. ഓരോ പ്രദേശത്തെയും വിദ്യാലയങ്ങൾ പ്രാദേശിക സമൂഹവുമായി ഏറ്റവും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാന ഇടങ്ങളാണ്. സമൂഹം വിദ്യാലയം സമൂഹത്തെയും പരസ്പരം രൂപപ്പെടുത്തുന്ന ആരോഗ്യകരമായ ഒരു പാരമ്പര്യമാണ് നിലനിൽക്കുന്നത്. അപ്പം വിദ്യാലയം ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്നതിൻ്റെ കുറച്ച് നോട്ടാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞേക്കുവാണ് കേട്ടോ. ഔപചാരിക വിദ്യാഭ്യാസം വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഇക്കാലത്ത്, അതായത് എഴുത്തും പരീക്ഷയും കൂടെയുള്ള ആ ഒരു വിദ്യാഭ്യാസം. അനൗപചാരികം എന്ന് പറഞ്ഞാൽ എഴുത്തും പരീക്ഷയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസം കേട്ടോ. ഔപചാരിക വിദ്യാഭ്യാസമാണ് വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നത് ഇക്കാലത്ത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നാട്ടിലുള്ള വിദ്യാലയങ്ങൾ കെട്ടിപ്പടുത്തത് പ്രാദേശിക സമൂഹമായിരിക്കും. നമ്മുടെ ചുറ്റുപാടുമുള്ള ആ ഒരു അവിടുത്തെ കുട്ടികൾക്കും ആ സമൂഹത്തിനും വേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ളൊരു ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയുള്ള സ്ഥാപനമായിട്ടാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത്, അല്ലെങ്കിൽ വിദ്യാലയങ്ങൾ കാണുന്നത്. പ്രാദേശിക സമൂഹമായിരിക്കും ആ വിദ്യാലയങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. പ്രദേശത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടാതെ എല്ലാ വിഭാഗങ്ങളും വിദ്യാഭ്യാസം നേടിയതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ പുരോഗതിക്കുള്ള പ്രധാന കാരണം. പ്രദേശത്തെ ആളുകൾ മാത്രമല്ല, അതേപോലെ എല്ലാ വിഭാഗങ്ങളും കൂടെ വിദ്യാഭ്യാസം ഒരേ രീതിയിൽ നേടിയതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ പുരോഗതിക്കുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തെയും വിദ്യാലയങ്ങൾ പ്രാദേശിക സമൂഹവുമായി ഏറ്റവും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാന ഇടങ്ങളാണ്. നമ്മുടെ നാട്ടിൽ സ്കൂളുണ്ടെങ്കിൽ ആ ചുറ്റുപാടുകളിലെ ആ സമൂഹത്തിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു വിദ്യാലയമായിരിക്കും അത്. ആ സമൂഹത്തിലെ കുട്ടികളായിരിക്കും അവിടെ പഠിക്കുന്നത്. ആ സമൂഹത്തിലെ സംസ്കാരം ആ വിദ്യാലയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വിദ്യാലയത്തിൽ പഠിക്കാൻ ഉൾക്കൊള്ളുന്നുമുണ്ട്. അപ്പോൾ ആ നാടിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. നാട്ടിലെ കുട്ടികളുടെ ആ ഒരു സംസ്കാരം, ഇതെല്ലാം കൂടെ ആ ഒരു വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഓരോ പ്രദേശത്തെയും വിദ്യാലയങ്ങൾ ആ ഒരു നാടിനെക്കുറിച്ച് പഠിക്കുന്ന രീതിയിലായിരിക്കും അവിടുത്തെ വിദ്യാലയങ്ങളിലെ പഠന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ സമൂഹം വിദ്യാലയത്തെയും വിദ്യാലയ സമൂഹത്തെയും പരസ്പരം രൂപപ്പെടുത്തുന്നു. സമൂഹം വിദ്യാലയത്തെ നല്ല രൂപപ്പെടുത്തുന്നു. അതേപോലെ തന്നെ വിദ്യാലയ സമൂഹത്തെയും നല്ലൊരു സമൂഹത്തെയും രൂപപ്പെടുത്തുന്നു. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുവാണ്. വിദ്യാലയ സമൂഹത്തെയും സമൂഹം വിദ്യാലയത്തെയും പരസ്പരം രൂപപ്പെടുത്തുന്നു. വിദ്യാലയം സമൂഹത്തെയും സമൂഹം വിദ്യാലയത്തെയും പരസ്പരം രൂപപ്പെടുത്തുന്ന ആരോഗ്യകരമായ ഒരു പാരമ്പര്യമാണ് നിലനിൽക്കുന്നത്. അപ്പം വിദ്യാലയം ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്ന് ചോദിക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ
പറയുമ്പോൾ അതിനെക്കുറിച്ച് എഴുതാൻ നമുക്കറിയാമല്ലോ. സാമൂഹിക സ്ഥാപനമാണ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലൊരു വിദ്യാലയം, ഒരു സ്ഥലത്ത് ഒരു പ്രദേശത്തൊരു വിദ്യാലയം ഉണ്ടെങ്കിൽ ആ വിദ്യാലയം ആ പ്രദേശത്തോട് ബന്ധപ്പെട്ടിരിക്കും. ആ പ്രദേശമാണെങ്കിൽ ആ വിദ്യാലയത്തോട് ബന്ധപ്പെട്ടിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, ആ നാടിനെക്കുറിച്ചായിരിക്കും, ആ നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാൻ കാണും. അവിടുത്തെ കുട്ടികളായിരിക്കും പഠിക്കുന്നത്, അവിടുത്തെ തലമുറകളായിരിക്കും ആ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ ആ ഒരു എസ്സേയോ എങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഓരോ ഭാഗങ്ങൾ പോകുമ്പോഴും അതിനകത്തെ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. കേട്ടറ്റിനും അതേപോലെ തന്നെ LP UP ക്കൊക്കെ പ്രയോജനപ്പെടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്. ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം എന്താണെന്നും വിദ്യാഭ്യാസം എന്ന സ്ഥാപനവും വിദ്യാലയം ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്ന അത്രയും ഭാഗമാണ് നമ്മൾ നോക്കിയത് കേട്ടോ. അപ്പോൾ തന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ട്. അപ്പം കേട്ടിട്ട് ഓർക്കുക. ഓരോ കാര്യങ്ങളും പറയുന്നത് നമ്മളുടെ ചുറ്റുപാടിലും ഒരു സ്കൂളും സംബന്ധിക്കുന്ന രീതിയിൽ അത് ഓർക്കുക, മനസ്സിൽ വെക്കുക. എല്ലാത്തിനും പ്രയോജനപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തരണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. LP UP ക്കും DLED കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും അതേപോലെ തന്നെ LP UP ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും പ്രീ പ്രൈമറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഉപയോഗപ്രദമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.